പൊന്നാനിയുടെ പാനൂസക്ക് തുടക്കമായി. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592924400 9645197440. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. പൊന്നാനി ടൗണിലെ പഴയകാല പ്രൗഢിയുടെ പാനൂസ ആഘോഷങ്ങൾക്ക് തുടക്കമായി. പൊന്നാനി നഗരത്തിന് നഷ്ടമായ പ്രതാപത്തെ തിരിച്ചുപിടിക്കുകയും സാംസ്കാരിക വിനിമയത്തെ അരക്കിട്ടുറപ്പിക്കലുമാണ് പാനൂസ ലക്ഷ്യമിടുന്നത്. 2 വർഷം മുമ്പാണ് പൊന്നാനി നഗരസഭ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി പാനൂസ ആഘോഷം സംഘടിപ്പിച്ചത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടെ അത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പൊന്നാനിയുടെ പാനൂസയുടെ ഖ്യാതി അറിഞ്ഞ് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾ പൊന്നാനി വലിയ പള്ളിയുടെ പരിസരങ്ങളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ കണ്ടത്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പാനൂസ എന്താണ്, മുത്തായവടി എന്താണ്, ബലൂൺ വെള്ളം എന്താണ് എന്നൊന്നും തന്നെ അറിയില്ല. ഒരു കാലത്ത് നമ്മുടെ ഈ മേഖലയിലെ എല്ലാ വീടുകളിലും എല്ലാ കുട്ടികളും കളിച്ച് വന്നിരുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ പുതിയ തലമുറ നമ്മുടെ വേഗത്തിൽ അല്ലെങ്കിൽ കാലം മാറിയതിൻ്റെ ഭാഗമായി ഇതൊക്കെ ഇല്ലാണ്ട് പോയിരിക്കുന്നു. ഈ റംസാൻ കാലങ്ങളിൽ അതിനെ വീണ്ടെടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് നഗരസഭ കഴിഞ്ഞ 2 വർഷങ്ങളിൽ പാനൂസ സംഘടിപ്പിച്ചത്. ഈ വർഷം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ അത് സംഘടിപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടന്നത് ക്രിയേറ്റീവ് സർക്കിൾ എന്ന് പറയുന്ന പൊന്നാനി ടൗണിലെ ഒരു സംഘടനയാണ്. വേർതിരിവിന്റെയും മാറ്റിനിർത്തലിന്റെയും ഒറ്റപ്പെടലിന്റെയും വർത്തമാനകാലത്തെ ഒരിറ്റു പ്രകാശത്തുരുത്താണ് പാനൂസ. നഗരപ്രദേശത്തെയും അങ്ങാടിയുടെയും വാണിജ്യപരമായ പുരോഗതിയും സാംസ്കാരിക സ്വറയുടെയും പ്രതീകമാണിത്. ഇത്തവണ ടൗണിലെ ക്രിയേറ്റീവ് സ്ക്വയറാണ് സംഘാടകർ. പൊന്നാനിക്ക് നഷ്ടമായ വാണിജ്യ പുരോഗതി, പ്രത്യേകിച്ച് പൊന്നാനി ജയം റോട്ടിലെയും ടൗണിലെയും കച്ചവടത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ദൗത്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തത്, പല ഭാഗങ്ങളിൽ നിന്നും പൗരാണിക പൊന്നാനിയിലേക്ക് വരുന്ന ആളുകളെ സാംസ്കാരിക വിനിമയത്തിൻ്റെ, കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഒരു പുതിയ പാത ഉണ്ടാക്കുക എന്നുള്ളത് പാനൂസയുടെ ലക്ഷ്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷത്തിൻ്റെ, പെരുന്നാളിൻ്റെ, പോരിശയുടെ ഒക്കെ ഭാഗമായി നമ്മളെ പരിചയപ്പെടുത്തുകയും നമുക്ക് മുന്നേ ജീവിച്ചുപോയ ഒരുപാട് ആളുകൾ പെരുന്നാളിൻ്റെ ആ ആഘോഷം കണ്ട ജയം റോഡും കോരവളവും പണ്ടത്തെ രീതിയിൽ തിരിച്ചു പിടിക്കാനുള്ള ഒരു ചെറിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പാനൂസ. ഇതിനോടനുബന്ധിച്ച് പാനൂസകളുടെ പ്രദർശനവും ദീപാലങ്കാരവും സംഘടിപ്പിച്ചു. ഏപ്രിൽ 9 ചൊവ്വാഴ്ച പകൽ 9 മണിക്ക് മെഹന്തി മത്സരം പൊന്നാനി MIUP സ്കൂളിൽ നടക്കും. ഏപ്രിൽ 12 വ്യാഴം രാത്രി 8 മണിക്ക് കവാലി പ്രശസ്ത ഗായകൻ ജാഫർ സാദിഖ് നയിക്കുന്ന കവാലി രാവ് സംഘടിപ്പിക്കും. മുഴുവൻ ജനങ്ങളെയും ഹൃദയപൂർവ്വം സംഘാടക സമിതി ക്ഷണിച്ചു. താജ് ബക്കർ, പ്രൊഫസർ ഇമ്പിച്ചിക്കോയ, ഹബീബ് സർഗം, സലാം ഒളാട്ടയിൽ, ഷഫീഖ് അമ്പലത്തുവീട്, സെലീന ടീച്ചർ, PV ഫാറൂഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പാനൂസ എന്ന് പറഞ്ഞാൽ പണ്ട് പൊന്നാനിയിലെ നോമ്പ് കാലങ്ങളിൽ എല്ലാ വീട്ടുമുറ്റങ്ങളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഒരു വെളിച്ചമാണ്. പക്ഷെ കാലക്രമേണ നമ്മുടെ പുതിയ രീതികളിൽ അത് അസ്തമിച്ചു പോകുന്നതിന് തിരിച്ചു പിടിക്കലാണ് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് പാനൂസയെ വീണ്ടും ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ പാനൂസ, മുത്തായവടി, പിന്നെ പൊന്നാനിയിലെ പലഹാരങ്ങൾ എന്നിവയെല്ലാം ഇവിടെ നമ്മൾ പ്രദർശനങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെഹന്തി മത്സരമുണ്ട്. അത് ഈ വരുന്ന 9-ാം തീയതി പൊന്നാനി MIUP സ്കൂളിൽ വെച്ചിട്ടാണ്, രാവിലെ 10 മണിക്കാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് ജാഫർ ആഷിഖ് നയിക്കുന്ന കവാലി സംഗീതമുണ്ട്. പൊന്നാനി ജയം റോഡിനടുത്തുള്ള കോർട്ടിലാണ് ആ പരിപാടി നടക്കുന്നത്. ഏപ്രിൽ 12-ന് വൈകിട്ട് 8 മണിക്കാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.